നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായി മുൻ DGP A ഹേമചന്ദ്രനെ നിയമിച്ചു. പോലീസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ഈ ചുമതല നിർവഹിക്കുക. 1986 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ A പ്രേമചന്ദ്രൻ 2020 മെയ്യിലാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ 66ാം ജന്മദിനം. ഇന്ന് കൊച്ചിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമായിരിക്കും മോഹൻലാൽ. അമ്മയുടെ വേർപാടുണ്ടായി അധിക നാൾ ആകാത്തത് കൊണ്ട് പിറന്നാളിന് വലിയ ആഘോഷമൊന്നും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലാലേട്ടന്റെ പിറന്നാളിന് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ നിരവധി ആശംസാ റീൽസുകൾ തയ്യാറാക്കി കഴിഞ്ഞു. രേവതി നക്ഷത്രത്തിലാണ് മോഹൻലാലിന്റെ ജനനം. ജൂൺ 11-നാണ് ഇടവത്തിലെ രേവതി. പിറന്നാൾ ദിനത്തിൽ തിയേറ്ററുകൾ ആഘോഷമാക്കാൻ ദൃശ്യം 3 എത്തും. പ്രമുഖ ട്രേഡ് വെബ്സൈറ്റായ സാക്നിക് പങ്കുവച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗ് തുക 25 കോടി പിന്നിട്ടു. ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 10.50 കോടി ഗ്രോസ് കളക്ഷൻ ലഭിച്ചു. ഇന്ന് എറണാകുളം കവിതാ തിയേറ്ററിൽ ആരാധകർക്കൊപ്പം ദൃശ്യം 3 കാണാൻ മോഹൻലാൽ എത്തി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങളും റദ്ദാക്കി. സമരത്തിന് എതിരായ കേസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മഞ്ഞക്കുറ്റി നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. പാരിസ്ഥിതികമോ സാമ്പത്തികമോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള അതിവേഗ ഇടനാഴിക്കായി പഠനം നടത്തുകയാണ്. കൃത്യമായ DPR പോലും ഇല്ലാത്ത പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ എന്നും നടപ്പിലാക്കിയിരുന്നെങ്കിൽ പാരിസ്ഥിതികമായി ദുരന്തമായേനെയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്ന് ചേർന്ന മിൽമ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുമ്പേ വർധനവിനായി തീരുമാനമെടുത്തിരുന്നുവെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. മുഖ്യമന്ത്രിയെ വർധനവിന്റെ കാര്യം അറിയിച്ചു. 3.35 രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവെന്നും മിൽമ അധികൃതർ പറഞ്ഞു. ജൂൺ 1 മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും. വാർത്താ സമ്മേളനത്തിൽ വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് ഫിജിന്റെ ചോദ്യത്തിനാണ് പ്രത്യേക മുഖഭാവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. ഇത് റീലാക്കി പശ്ചാത്തല സംഗീതവും നൽകി പൂക്കി CM എന്ന വിശേഷണത്തോടെ നൽകിയത് വൻ ഹിറ്റായി. 13 ദശലക്ഷം പേരാണ് റീൽ ആസ്വദിച്ചത്. പിന്നാലെ 100 കണക്കിന് റീലുകൾ പുറത്തിറങ്ങി. ഫിജിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ വിളിച്ചു. മന്ത്രി റോജി M ജോണും കാണാൻ ക്ഷണിച്ചു. മന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖരുൾപ്പെടെ നിരവധി പേർ അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ട്. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാവിലെ 9-ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. പ്രോടൈം സ്പീക്കറായി G സുധാകരൻ ചുമതലയേറ്റു. ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മറ്റു മന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നാളെ രാവിലെ 9-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. 23 മുതൽ 28 വരെ നിയമസഭ ചേരില്ല. 29-ന് നയപ്രഖ്യാപനം. ജൂൺ 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തൽ ചർച്ച. കേരള നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് BJP ജനപ്രതിനിധികൾ എത്തുന്നത് വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രകടനവുമായി. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പാർട്ടി സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിൽ നിന്നാണ് നിയുക്ത MLA-മാരായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ ഒരുമിച്ച് യാത്ര തിരിക്കുക. തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഇവർ നിയമസഭയിലേക്ക് പ്രവേശിക്കുക. തുറന്നു പറയാനുള്ള അവസരം നൽകി തിരുത്തലിന് തയ്യാറാകുന്ന CPM-ൽ നേതൃത്വം നേരിടുന്നത് കടുത്ത വിചാരണ. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള പരിശോധന ജില്ലാ തലത്തിലും പൂർത്തിയായി. ഇനി ഏരിയ തലം തൊട്ട് താഴോട്ടുള്ളവരുടെ ഊഴമാണ്. പറയുന്നതെല്ലാം കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതല്ലാതെ ന്യായീകരണമോ മറുപടിയോ ഈ യോഗങ്ങളിൽ ഉണ്ടാകില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശനങ്ങൾക്ക് ഇരയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും നേതൃമാറ്റം വേണമെന്നുമുള്ള വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉയരുന്നത് അപൂർവമാണ്. ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ G സുധാകരനെ കുട്ടിച്ചാത്തനെന്ന് വിളിച്ച് U പ്രതിഭ.
കായംകുളത്ത് തന്നെ തോൽപ്പിക്കണമെന്ന് പലരെയും ഫോണിൽ വിളിച്ചു പറഞ്ഞു. അമ്പലപ്പുഴയിലും LDFനെതിരെ ഇതേ പണി ചെയ്തു. ഇയാളെന്താ കുട്ടിച്ചാത്തനാണോ എന്ന് പ്രതിഭ ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു. 2021 G സുധാകരൻ സ്ഥാനാർത്ഥി അല്ലാതിരുന്നിട്ടും പണം പിരിച്ചു. ഈ കണക്ക് പാർട്ടിക്ക് നൽകിയിട്ടില്ല. എന്നിട്ടും പാർട്ടി ഈ വിവരം ജനങ്ങളോട് മറച്ചുവെച്ചു. അതിന്റെ പ്രതിഫലനമാണ് സുധാകരൻ തന്നതെന്നും അവർ വിമർശിച്ചു. KSRT ബസ്സിലേക്ക് പാറ അടർന്നു വീണ് യാത്രക്കാരന് പരിക്കേറ്റു. ഇടുക്കി പെരുവന്താനം 40-ാം മൈലിൽ ഇന്നലെ രാവിലെ 4:45-നായിരുന്നു അപകടം. ബസിന്റെ പിൻസീറ്റിലിരുന്ന പള്ളിക്കത്തോട് സ്വദേശി രാജുവിനാണ് പരിക്കേറ്റത്. ഗുരുതരമല്ല. കൂറ്റൻപാറ KSRTC ബസിന്റെ പുറകുവശത്ത് പതിക്കുകയായിരുന്നു. കുമളി വഴി കോട്ടയത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ ഏകദേശം 50ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെയും സ്ഥാനമേറ്റ മന്ത്രിമാരെയും കാണാൻ സെക്രട്ടേറിയറ്റിലേക്ക് സന്ദർശക പ്രവാഹം. പ്രവേശന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതോടെ നിരവധി സംഘടനാ നേതാക്കളും പ്രവർത്തകരും അനുമോദനത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നുണ്ട്. നോർത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സന്ദർശക ബാഹുല്യമാണ്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുമതിയില്ലാതെ ആരെയും സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും കർശന നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. മോഡലിംഗിന്റെയും ബ്യൂട്ടി പാർലർ ജോലികളുടെയും മറവിൽ മലയാളി യുവതികളെ ദുബായിലേക്ക് കടത്തി ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന രാജ്യാന്തര സെക്സ് റാക്കറ്റിനു പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട വൻ സംഘമെന്ന് പോലീസ്. പിടിയിലായ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സിന്ധു എന്ന സ്റ്റോസി പെൺവാണിഭ സംഘത്തിന്റെ പ്രധാന നടത്തിപ്പുകാരിയെന്ന് സ്ഥിരീകരിച്ചു. സിന്ധുവിനൊപ്പം പിടിയിലായ തിരുവനന്തപുരം സ്വദേശിനിയും മരടിലെ താമസക്കാരിയുമായ അലീന എബ്രഹാം, പൊന്നാനി സ്വദേശി മഞ്ജുമ എന്നിവർ സംഘത്തിന്റെ ഏജന്റുമാരാണെന്നും വ്യക്തമായിട്ടുണ്ട്. പെൺകുട്ടികളെ കണ്ടെത്തുന്നത് അലീനയും മഞ്ജുമയും ചേർന്നാണ്. സിന്ധുവാണ് ഇവർക്ക് ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ്, വിസിറ്റിംഗ് വിസ എന്നിവ തരപ്പെടുത്തുന്നത്. ആയുസ് കഴിഞ്ഞ കായംകുളം താപനിലയത്തിന്റെ കരാർ പുതുക്കാൻ KSEB വർഷം 100 കോടി രൂപ നൽകുന്നത് എന്തിനെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കരാർ പുതുക്കാൻ സർക്കാർ അംഗീകരിച്ച ധാരണാപത്രം അവ്യക്തമാണെന്നും നിരീക്ഷിച്ചു. കരാറിനെ കുറിച്ച് കമ്മീഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ 2 ആഴ്ച സമയം വേണമെന്ന് ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ആവശ്യപ്പെട്ടു. കമ്മീഷൻ അത് അംഗീകരിച്ചു. NTPCയുടെ കായംകുളം താപനിലയത്തിൽ 7 വർഷമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. കുട്ടനാട് നെടുമുടിയിൽ പമ്പയാറ്റിൽ ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അസ്ഥികൂടാവശിഷ്ടങ്ങൾ കൊലപാതക കേസുകളുമായി ബന്ധമുള്ളതല്ലെന്ന് പ്രാഥമിക നിഗമനം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക ഫോറൻസിക് പരിശോധനയിലാണ് ഞെട്ടിക്കുന്നതും എന്നാൽ കേസിന്റെ ദുരൂഹത നീക്കുന്നതുമായ വിവരങ്ങൾ പുറത്തുവന്നത്. ബാഗിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ ഒരാളുടേതല്ല, മറിച്ച് ഒന്നിലധികം ആളുകളുടേതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. കണ്ടെത്തിയ താടിയെല്ല് ഒരു പുരുഷന്റേതാണെന്നും സ്ഥിരീകരിച്ചപ്പോൾ ഇടുപ്പെല്ല് സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെവ്വേറെ മനുഷ്യരുടേതായ പല അസ്ഥിഭാഗങ്ങളാണ് ബാഗിൽ ഉണ്ടായിരുന്നത്. പേന കൊണ്ട് മാർക്കിംഗ് കണ്ടെത്തിയതിനാൽ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകിയ അസ്ഥിഭാഗങ്ങളാകാം ഇതെന്ന് പോലീസിന്റെയും മെഡിക്കൽ വിദഗ്ധരുടെയും പ്രാഥമിക നിഗമനം. LDF സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ബുധനാഴ്ച യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്തു. വ്യാഴാഴ്ചയും യോഗം ചേരും. കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് ഫയലുകൾ സംഘം പരിശോധിച്ചു. ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തേക്കും. മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോണിന്റെ പരിശോധനാ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ ഫോറൻസിക് ലാബിന് നോട്ടീസ് നൽകി. മർദ്ദനമേറ്റവരുടെ മൊഴിയും വീണ്ടും എടുക്കും. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിൽ ഭർത്താവ് രജിൻലാലിന് പങ്കില്ലെന്ന് പോലീസ് നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യം കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇത് ബാഗിലാക്കി കാറിലെത്തിച്ചെന്നാണ് കരുതുന്നത്. ക്യാൻ പാടെ കത്തിപ്പോയെങ്കിലും ഇതിന്റെ മൂടി കാറിൽ നിന്ന് ലഭിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പാകിസ്ഥാനിൽ നിന്നായിരുന്നുവെന്ന് NIA കുറ്റപത്രം. പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന മുഴുവൻ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനാണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് ശേഷം രാജ്യാന്തര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഇത് ഇന്ത്യയുടെ വ്യാജ ആക്രമണമാണെന്ന തരത്തിലുള്ള കഥകളാണ്
പാക് ഭീകരർ പ്രചരിപ്പിച്ചത്. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് NIA കണ്ടെത്തലുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കായിക രംഗത്ത് ക്രിക്കറ്റിന് ലഭിക്കുന്ന അമിത പ്രാധാന്യത്തെയും ക്രിക്കറ്റ് താരങ്ങളുടെ ശാരീരിക ക്ഷമതയും വിമർശിച്ച് റൺ മെഷീൻ വിരാട് കോഹ്ലി. കഠിനാധ്വാനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഹോക്കി താരങ്ങളുടെ അരികിലെത്താൻ പോലും ക്രിക്കറ്റിലെ പ്രമുഖർക്ക് കഴിയില്ലെന്നാണ് കോഹ്ലിയുടെ തുറന്നു പറച്ചിൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഇന്നൊവേഷൻ ലാബ് സംഘടിപ്പിച്ച ഇന്ത്യൻ സ്പോർട്സ് സമ്മിറ്റിൽ സംസാരിക്കവെയാണ് താരം കായിക ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയെ പരിഹസിച്ച കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്ക് നാക്ക് പിഴച്ചു. മെലോണിയുമായുള്ള ആശയവിനിമയത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി മോദിയെ ട്രോളാൻ ശ്രമിച്ച രാഹുൽ മെലോണിയെ ഇറ്റാലിയൻ പ്രസിഡന്റ് എന്ന് തെറ്റായി പറഞ്ഞു. ഉത്തർപ്രദേശിലെ അമേഠിയിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് സംഭവം. ഭോപ്പാലിൽ മരുമകൾ ട്വിഷ ശർമ്മയുടെ സംശയാസ്പദമായ സ്ത്രീധന മരണക്കേസിലെ പ്രതികളിൽ ഒരാളായ വിരമിച്ച ജഡ്ജി ഗിരി ബാല സിംഗ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ബുധനാഴ്ച ഒഴിഞ്ഞുമാറി. മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള അവരുടെ വീടിന് പുറത്തുവെച്ചാണ് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മകൻ സമർത്ഥ് സിംഗ് എന്തിനാണ് ഒളിവിൽ പോയെന്ന് ചോദിച്ചപ്പോൾ പോലും മുൻ ജഡ്ജി ചോദ്യം കേൾക്കാൻ വിസമ്മതിച്ചു മൗനം പാലിച്ചു. മരുമകളുടെ മൃതദേഹത്തിൽ കണ്ടെത്തിയ ചതവുകളെക്കുറിച്ചും ഗിരി ബാല സിംഗിനോട് ചോദ്യം ചോദിച്ചു. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിസമ്മതിച്ചു. ഇറാനുമായുള്ള നിലവിലുള്ള സംഘർഷത്തെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു, ഇതുവരെയുള്ള സൈനിക പ്രചാരണം വളരെ ജനപ്രിയമായിരുന്നു. തന്റെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുള്ള എതിർപ്പിനെ അവഗണിക്കുന്നു. ഇറാനെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വ്യോമാക്രമണം നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച ട്രംപിന്റെ പരാമർശം. ഇറാന് ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ അങ്ങേയറ്റം തീവ്രവൽക്കരിക്കപ്പെട്ട നേതൃത്വമാറ്റം അനിവാര്യമാണെന്നും പറഞ്ഞു. നിയമപരവും നടപടിക്രമപരവും രാഷ്ട്രീയപരവുമായ എതിർപ്പുകൾക്കിടെ ഡൊണാൾഡ് ട്രംപിന്റെ ബോൾറൂം പദ്ധതിയുമായി ബന്ധപ്പെട്ട രഹസ്യ സേവനത്തിനുള്ള $1 ബില്യൺ ഫണ്ട് സെനറ്റ് റിപ്പബ്ലിക്കന്മാർ ഉപേക്ഷിച്ചു. വൈറ്റ് ഹൌസ് ബോൾറൂം പദ്ധതിയുമായി ബന്ധപ്പെട്ട ധനസഹായം കുടിയേറ്റ കേന്ദ്രീകൃത ബില്ലിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിരവധി നിയമനിർമ്മാക്കൾ ആശങ്ക ഉന്നയിച്ചതോടെ സെനറ്റിൽ വളർന്നുവരുന്ന റിപ്പബ്ലിക്കൻ പ്രതിരോധവും ഫണ്ടിംഗ് പിൻവലിക്കലിനെ സ്വാധീനിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.